അതേമാതിരി വിസയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും UK ഗവൺമെൻറ് അല്ലെങ്കിൽ ഹോം ഓഫീസ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വിസയ്ക്കും COSനുമുള്ള പണം ആരാണ് നൽകുന്നത് എന്നും ഈ ഒരു ഹോം ഓഫീസ് ചെക്ക് ചെയ്യും. കമ്പനി നൽകിയ പണം പിന്നീട് ജീവനക്കാരൻ്റെ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ശമ്പളത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി തിരിച്ചു പിടിക്കുന്നുണ്ടോ, ഇതെല്ലാം ഹോം ഓഫീസ് ചെക്ക് ചെയ്യും. അതായത് പലപ്പോഴും വിസയുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കമ്പനി പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ശമ്പളത്തിൽ നിന്നും മാസം പിടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എംപ്ലോയീസ് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എംപ്ലോയീസിന് വിസ കിട്ടുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയും ചിലപ്പോൾ എംപ്ലോയീസ് വില്ലിംഗ് ആവും. കാരണം എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ PSW പീരീഡ് കഴിയുന്നതിന് മുൻപ് വിസ കിട്ടണം, അല്ലെങ്കിൽ അവരുടെ പഴയ വിസ എക്സ്പയർ ആവുന്നതിന് മുമ്പ് വിസ കിട്ടണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ പലരും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. അപ്പോൾ ഇതിനെയൊക്കെ പല എംപ്ലോയേഴ്സും ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് ഹോം ഓഫീസ് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ കർക്കശമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി UK മിനിമം വേജിനേക്കാളും കുറവാണോ എന്ന് പരിശോധിക്കും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ UK എല്ലാത്തിനും ഒരു മിനിമം വേജ് ഉണ്ട്. 12.7 months സംതിങ് ഒക്കെയാണ് ഇപ്പോൾ മിനിമം വേജ് നിലവിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു മിനിമം വേജിനേക്കാളും കുറഞ്ഞ നിലയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാവും. പല ആൾക്കാർക്കും ഞാൻ നേരത്തെ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ മിനിമം വേജ് ഒന്നും ലഭിക്കുന്നില്ല ഇവിടെ. കാരണം എന്താ, ഈ പറഞ്ഞ വിസയുടെ ഒക്കെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ജോലി നിലനിന്ന് പോകാൻ വേണ്ടി പലരും കുറഞ്ഞ സാലറിക്ക് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കും. ഇത് ചൂഷണം ചെയ്ത് എംപ്ലോയീസ് പല വർക്കേഴ്സിനെയും വയ്ക്കുന്നത്. മിനിമം വേജിനേക്കാളും കുറഞ്ഞ വേജിലാണ് ഒരു വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു ഹോം ഓഫീസ് ചെക്ക് ചെയ്യും.